നോ. എന്തിനാ സൈറ ഇങ്ങനെ ഫൂളിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? നീ കാരണം എന്റെ മനസമാധാനം തന്നെ ഇല്ലാതായിരിക്കാം. എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം, എന്തിനാ എന്റെ ജീവിതം എടുത്ത് ഇങ്ങനെ പന്ത് കളിക്കുന്നത്? നോ സൈറ, ദിസ് ഇസ് ടു മച്ച്. ഹലോ 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 പ്ലീസ് വെയിറ്റ്. ബോസ്, ആ സ്ത്രീ നിങ്ങളെ ഫോളോ ചെയ്ത് താങ്ക്സ് പറയാനല്ലേ? പിന്നെ എന്താ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ? താങ്ക്സ് പറഞ്ഞ് റിലേഷൻ കട്ടാക്കുന്ന എന്തിനാ? ഇങ്ങനെ അവോയ്ഡ് ചെയ്താൽ രാത്രി മുഴുവൻ എന്നെ കുറിച്ച് ആലോചിക്കും. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. സഹായം എന്നത് മാനവീയതയാണ്, മഹാമനസ്കതയുടെ ലക്ഷണമാണ്. എനിക്കിപ്പോഴും ഒന്നേ പറയാനുള്ളൂ സൈറ, ഞാനില്ലെങ്കിൽ നീ വളരെ ഹാപ്പിയല്ലേ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തു നിന്ന് ഞാൻ പോയേക്കാം. ഗുഡ് ബൈ. ഹലോ ജെന്റിൽമാൻ, സ്റ്റോപ്പ്. അവിടെ നിൽക്ക്, ഞാൻ വരുന്നു. അവിടെ നിൽക്ക്, വെറുതെ ചാടി ചാവരുത്. ഏയ്, എന്താ വേണ്ടേ? നിനക്ക് ചാവണോ? ഏയ്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വരൂ, പറയാം. എന്തിനാ എന്നെ തടയുന്നേ? ഞാൻ നിങ്ങളെ സഹായിക്കാനാ വന്നത്, അറിയാവോ? അങ്ങനെയാണെങ്കിൽ ചാവാൻ എന്നെ ഹെൽപ്പ് ചെയ്യ്. ചേച്ചി എന്തായി പറയുന്നേ? ഒരു ദിവസം എന്റെ കൂടെ കഴിയും. സോറി, ഞാൻ ആ ടൈപ്പ്. ചേച്ചി, ഞാൻ അത്ര ചീപ്പല്ല. കോസ്റ്റ്ലിയാ? ഓ, ഇയാളൊരു മന്ദബുദ്ധിയാ, മരങ്ങോടൻ. പിന്നെ കൂടെ കഴിയാൻ കൂടെ കഴിയാൻ പറഞ്ഞത് എന്റെ കൂടെ 1 ഡേ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ വില പറഞ്ഞു തന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ബോധ്യപ്പെടുത്താനാ. പ്ലീസ് 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 ട്രസ്റ്റ് മീ. എന്റെ വാക്ക് ഒന്ന് കേക്ക്. 1 ഡേ ഡോണ്ട് ഡൈ. ഓക്കേ. ചാവാനുള്ള എന്റെ ഫ്രസ്ട്രേഷനേക്കാളും ജീവിപ്പിക്കാനുള്ള നിന്റെ ഫ്രസ്ട്രേഷൻ മോർ ഡേഞ്ചറസാ. താങ്ക്സ് അപ്പാ, ക്യാച്ച് ചെയ്തല്ല. ചാകാൻ പോകുന്നവന്റെ ആഗ്രഹം ചോദിക്കുന്നതിന് പകരം അവനോട് ആഗ്രഹം പറയുന്നു. അതുകൊണ്ട് ഒരു ദിവസം അനുവദിക്കാൻ ഞാൻ, ബട്ട് ഓൺ 1 കണ്ടീഷൻ. എന്താണാവോ അത്? എനിക്ക് ജീവിതത്തോട് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ നീ തന്നെ എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ടാക്സിക്ക് കൊടുക്കാൻ പോലും എന്റെ ഈ കാശില്ല. ഓക്കേ, ഡൺ. Ciao Janaki madam. Ciao Peter. No Peter. Now I am Peter Ganesh. Please sit down madam. I will get you something. പീറ്റർ ഗണേഷ്. ആ പേരിന്റെ പിന്നിൽ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എനിക്കതിനുള്ള പേഷ്യൻസ് ഇല്ല. പിന്നല്ലാതെ ചാവാൻ പോകുന്ന എന്നോട് മന്ത്രി ഗണേശൻ പീറ്റർ ഗണേശൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഫ്രസ്ട്രേറ്റ് ആവാതെ മുഴുവൻ കേക്ക്. ഈ പീറ്ററും നിങ്ങളെ പോലെ സൂയിസൈഡ് കേസായിരുന്നു. സെയിം സ്പോട്ട്. ഓൺ ദി സ്പോട്ട് ചെന്നതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റി. അയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താ പീറ്റർ എന്ന് അന്വേഷിച്ചു. അയാള് പല ബിസിനസ് ചെയ്തു, നശിച്ചുപോയി. അപ്പോ ഒരു ബിസിനസ് മാത്രം ചെയ്യണമെന്ന് പറയുന്നത്? അയ്യോ, അത് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിച്ചു നോക്കണം. അപ്പോ എന്റെ സൈറോട് ചോദിക്കണോ? എക്സാക്ട്ലി. നോക്കൂ പീറ്റർ, നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടായില്ലേ, അതുപോലെ ജീവിക്കാനും ധൈര്യം കാണിക്കണമെന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്ത് സിംഗിൾ സിറ്റിംഗ് സെറ്റ് ചെയ്തു. വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഗണേശ വിഗ്രഹം കൊടുത്തു. ആക്ച്വലി അത് വിഗ്രഹമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ബിസിനസ് പീക്കായി, പ്രോബ്ലം വീക്കായി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഡെത്ത് ഈസ് ഹോറിബിൾ എന്ന് തിരിച്ചറിഞ്ഞു. ഇതിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാകപ്പെടുത്തിയെടുത്ത മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് എളുപ്പത്തിൽ ബോധ്യമാകുമെന്ന്. ബ്രെയിൻ വാഷിംഗിന്റെ പണി ശരിയാണെങ്കിൽ ലൈഫ് ചെറിയ ടച്ചപ്പിൽ ശരിയാക്കാവുന്ന. ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുക്കാൻ പീറ്ററിനെ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല എനിക്ക്, സൈക്കോളജിക്കൽ പ്രോബ്ലം, ലവ് പ്രോബ്ലം. എനിക്ക് മനസ്സിലായി. അന്ന് പീറ്ററിന് സിംഗിൾ സിറ്റിംഗ് ശരിയാക്കിയില്ലേ, നിങ്ങൾക്കും അതുപോലൊന്ന് വേണോ? ഞാൻ ഈ സ്റ്റാച്ചു എന്ത് പഠിക്കാനാ? കൺട്രോളിംഗ്. Ciao Janaki madam. ഈ ജെയിംസ് ഒരിക്കൽ നൊട്ടോറിയസ് പിക് പോക്കറ്റർ ആയിരുന്നു. അയാളിന്ന് എനിക്കെന്താ കിട്ടുക? പേഷ്യൻസ്. കല്ലിൽ കൊത്തിവെച്ച പ്രതിമ പോലെ ഇയാൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടില്ലേ? മനസ്സിലായി. ഇയാളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാനാ നിന്റെ പരിപാടിയല്ലേ? കറക്റ്റ്. ഒരിക്കൽ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഇയാൾക്ക് ഇപ്പൊ ജനങ്ങളെ കാശ് കൊടുത്തോണ്ടിരിക്കുക, കണ്ടില്ലേ? ആളിനെ കിട്ടിയോ? നീ കഥ പോയേനെ. ഞാൻ സമയത്തിന് എത്തിയതുകൊണ്ട് കൈ കിട്ടി. പേര് രാംരാജ്. മൈ കസിൻ ഡിങ്കി പിങ്കി. ഡോങ്കിയെന്നോ? ഫീൽ ചെയ്യണ്ട, ഫ്രസ്ട്രേഷനില്ല. ലവർ ചീറ്റ് ചെയ്തു. കണ്ടിട്ട് ഇയാളെ ചീറ്റ് ചെയ്ത പോലെയാണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? സമാധാനിപ്പിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരും ചേർന്ന് കളിയാക്ക. ആ സൈറ കാരണം ഞാൻ ചാവാന്ന് വെച്ചതാ. എന്റെ കയ്യിലാണെങ്കിൽ 10 ക്യാഷില്ല. നീ ചെയ്തത് മോശമാണെന്ന് തോന്നില്ലേ? എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, മോനെ രാമരാജ നീ വിഷമിക്കണ്ടാ, ഞാനുണ്ടെന്ന് ധൈര്യം തന്നിട്ട് കാണിക്ക്. എവിടെയാ ഉള്ളേ? കാണിച്ചേ. എന്നെ വിട്ടേക്ക്, ഞാൻ പോയി ചത്തോളാം. എന്നെ വിട്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ. ഡോണ്ട് വറി, റിലാക്സ്. അവന്റെ നമ്പർ എനിക്കിപ്പോ മനസ്സിലാവുന്നു, സ്നേഹബന്ധം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ. ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. ജീവിതം പന്തുകൾ തന്നെയാ. കയ്യിലെ പന്ത് നഷ്ടപ്പെട്ടെന്ന് വെച്ച് കളി നിർത്തുവോ? ഒരു പുതിയ പന്ത് വാങ്ങിക്കും. അങ്ങനെ ഈ സൈരഭാനു പോയാ വേറൊരു ഉദയഭാനു. ആക്ച്വലി നിങ്ങൾക്കുള്ള പ്രോബ്ലം എന്താ? ആഫ്റ്റർ ഓൾ ലവ് ഫെയിലിയർ. പിറന്നപ്പോഴേ അനാഥനായി പോയ ഒരുത്തൻ എന്റെ അടുത്തുണ്ട്. അവനെ വഴിന്ന് എനിക്ക് കിട്ടിയതാ. അതിനെ ആരാ വിട്ടത്? ദൈവം ഉപേക്ഷിച്ചവൻ. 3-ാം നാൾ അമ്മ മരിച്ചു, 13-ാം നാൾ അച്ഛനും. നെക്സ്റ്റ് വീക്ക് ബ്രദറും പോയോ? അത്രയും ഗ്യാപ്പില്ല. അടുത്ത സെക്കൻഡിൽ ബ്രദറും അമ്മാവനും കൂടി ഒരുമിച്ച് മരിച്ചു. എന്റെ അമ്മേ, ഇങ്ങനൊരു ജീവിതത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുക. ആരാണ് ന്യൂ ഫേസ്? ബിയറും കുടിച്ച് മലമുകളിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച എന്നെ ആ പെണ്ണ് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് ലൈഫ് ഫുൾ ഹാപ്പിയാടാ. അടിക്കും ഞാൻ, പൊളിക്കും ഞാൻ, അടിച്ചു പൊളിക്കും ഞാൻ. ആരാ ഈ സമയത്ത്?
ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിംഗ് Please ദാസ്. come. എനി പ്രോഗ്രസ്? നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാനിപ്പോ ഓരോരോ സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ്. നമ്മളെ കൊണ്ട് 4 പേർക്ക് ഉപകാരം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും വെരി പറയാറുണ്ടല്ലോ. ഗുഡ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ചർച്ചിൽ പോയി പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രദാനം ചെയ്തു. വസ്ത്രദാനോ? ഇന്ത്യക്കാർ എവിടെ വെച്ചായാലും വസ്ത്രം കൊടുക്കുന്നതിന് വസ്ത്രദാനം തന്നെ പറയാറ്. വെരി നൈസ്. വേറെ? അടുത്ത വീട്ടിലൊരു സ്ത്രീയെ കയറി പിടിച്ചു. ദാസ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല, തെന്നി വീടാൻ പോയപ്പോ പിടിച്ചെന്നാ. വേറെ ഒന്നുമില്ലല്ലോ. എക്സാക്ട്ലി. താഴെ വീടാൻ പോയപ്പോ ഞാൻ രക്ഷപ്പെടുത്തിയതാ. ഇറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ എന്റെ ഡയറി ഗ്രൂപ്പിൽ നിങ്ങളെ കുറിച്ച് 2 ചാപ്റ്റർ വർണ്ണിച്ചെഴുതിയിരിക്കുന്നത്. എന്നിട്ടും മതിയാകുന്നില്ല എനിക്ക്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. കേട്ടിട്ട് ഡബിൾ റോൾ ആണെന്ന് തോന്നല്ലോടാ. ഹേയ്, മാഡത്തിന്റെ സർവീസ് മെന്റ് നിങ്ങൾക്ക് അറിയില്ലേ? ഏതാ മാഡം ഈ ചെറുക്കൻ? ഇയാളുടെ പേര് രാംരാജ്. ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? മരിക്കാൻ നടക്കുന്നവനാ. ലവ് ഫെയിലിയർ. മാഡം, എന്ത് പറ്റിയടോ? എനിക്ക് സൈറയുടെ ഓർമ്മ വരുന്നു. ഞാൻ രാംരാജ്, പോവാ മാഡം. നിൽക്കൂ എനിക്ക് മരിക്കണം. രാംരാജ്. എനിക്ക് മരിക്കണം മാഡം. രാംരാജ്. എന്നെ വിട്ടേക്ക് Take മാഡം. it easy. ഞാൻ പോവാ. എന്നെ വിട്ടേക്ക് മാഡം. ശ്ശോ, സൈറയെ കുറിച്ച് കാര്യാക്കണ്ട. എനിക്ക് മരിക്കണം മാഡം. ചേച്ചി, എന്തായി പറയുന്നേ? ഞാനല്ലേ കൂടെ? വിട്ടേരെ മാഡം, എവിടെയെങ്കിലും വെച്ചായിട്ട് നമുക്കെന്താന്ന്? ദാസ്, അത് പറയാനുള്ള അർഹത Sorry, നിനക്കെന്താ? ma'am. ഇഡിയറ്റ്. ഈ രാത്രി ഇയാൾ ഇവിടെ ഉണ്ടാവും. Okay, ma'am. സൂക്ഷിച്ചോണം. അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യൂ. നീ അയാളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. എന്റെ കൊട്ടേഷൻസും ഫിലോസഫിയും ഒക്കെ പറഞ്ഞു കൊടുത്ത് അയാളെ ജീവിതം ആസ്വദിപ്പിക്കാൻ പഠിപ്പിക്ക്. മനസ്സിലായോ? ഞാൻ ശരിയാക്കി എടുത്തോളാം. അറിയാം മാം. ലുക്ക് രാംരാജ്, കൊച്ചുനാളിൽ സ്കൂളിൽ നമുക്ക് പെൻസിൽ തരും. എന്തിനാണെന്നറിയോ? തെറ്റെഴുതിയാൽ മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ. അതുപോലെ വലുതാകുമ്പോ പേന തരും. എന്നാൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. ഓ, എന്ത് ഫിലോസഫിയാ മാഡം ഇത്? മാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇതിന്റെ ഡയറിയിൽ ഒന്ന് കുറിച്ചോട്ടെ പ്ലീസ് പ്ലീസ്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. രാംരാജ്, രാത്രി ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണം. പെൻസിലിനെ കുറിച്ചല്ലേ മാം? കറക്റ്റ്. നമുക്ക് കാലത്ത് കാണാം. അപ്പോ സൈറ ഭാനുവിന്റെ കാര്യം? മിസ്റ്റർ ദാസ് വിൽ ടേക്ക് കെയർ. വിളിച്ചോട്ട് പോ. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഐ മിസ് യു മാം. ഗുഡ് നൈറ്റ്. നീ എവിടെ കിടന്നവനാടാ? എന്താടാ നീ പറഞ്ഞത്? ഞാൻ ഡബിൾ റോൾ കളിക്കണമെന്നോ? എന്റെ ഒരു റോൾ തന്നെ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അടിയുടെ ചൂടയാ. വോഡ്ക എവിടെയാ? ഓട്ക്കെ എന്തിനാ? സെറോക്ക്. സ്മെല്ല് നോക്കി ബ്രാൻഡ് കണ്ടുപിടിച്ച ബോസേ. കണ്ണു നോക്കി ക്യാരക്ടർ വരെ പറയും ഞാൻ. എന്റെ ദൈവമേ. എന്താടാ എല്ലാവരും ചത്തുപോയോ? നിന്റെ ചത്തുപോയതല്ല, ചമ്മി പോയതാ. ദാസേ, നിന്റെ ജീവിതം മാറ്റിത്തരാം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ. $10,000 നിന്റെ പണി. എന്താന്ന് പറഞ്ഞാലും ബോസേ. നോക്കൂ രാംരാജ്, അവിടെ മരണമുണ്ട്, ഇവിടെ ജീവിതമുണ്ട്. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. മാം, കൊട്ടേഷൻ അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ ചെന്നത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചേക്കാം. ദാസ്, എന്താ ഇത്? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. ലുക്ക് റാം, പ്രശ്നം എന്നത് പന്ത് പോലാണ്. കണ്ണിനടുത്ത് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടാ തോന്നുക. ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ ചെറുതാവും അത്. പന്താണെങ്കിൽ വലിച്ചെറിയാമായിരുന്നു. സൈറ ഭാനുവിന് എങ്ങനെയാ? അവള് പന്ത് പോലല്ലേ? മനസ്സിലായി. നിങ്ങൾക്ക് സൈറ ഭാനുവിനോട് പ്രേമമല്ല, കോപം. ആ കോപം കളഞ്ഞാൽ പ്രശ്നം സോൾവ്. പന്തിലെ കാറ്റ് പോലെ കോപം എങ്ങനെ കളയാനാ? അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ദാസ് ഇങ്ങോട്ട് മാറി നിൽക്ക്. യെസ് മാഡം. ഇപ്പം ഇയാള് സൈറ ഭാനു. അകത്തുള്ളതൊക്കെ ഒന്ന് ഛർദ്ദിക്കാം. മാം, രാവിലെ ഇവനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അതെന്റെ മുഖത്തേക്ക് ഛർദ്ദിക്കാനാ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ്. സോറി മാം. രാംരാജ്, ഒരു തവണ കണ്ണടച്ച് ഡീപ് ബ്രീത്ത് എടുക്ക്. എടുത്തോ. ഇപ്പൊ സൈറ ഭാനു ചെയ്ത മൊത്തം അട്രോസിറ്റീസ് ഓർമ്മിക്ക്. അങ്ങനെ അങ്ങനെ. കമോൺ, മൗണ്ട് അപ്പ്, മൗണ്ട് അപ്പ്. ഇനി കണ്ണു തുറക്ക. എന്തായിരിക്കും ഉദ്ദേശം? എടി സൈറ ഭാനു, നീ എന്നെ എത്രമാത്രം ടോർച്ചർ ചെയ്തവളാ. സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും കണക്കാക്കിയോ നീ? നീ ഹോസ്റ്റലിൽ മാറുമ്പോ നിന്റെ ഡ്രസ്സും ബക്കറ്റും വെള്ളം എടുത്ത് പുറകെ വരണോ അല്ലേ? നിന്റെ അലക്കിയിട്ട് ഡ്രസ്സ് മുഴുവൻ ഞാൻ തേച്ചു തരണോ അല്ലേ? പോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നോട് അല്പം കരുണ കാണിച്ചിട്ടുണ്ടോ? രതീഷ്, സതീഷ്, സുരേഷ്, പ്രകാശ്, റേഡിയോയിൽ കേൾക്കുന്ന പോലെ എത്ര ബോയ് ഫ്രണ്ട്സ് ആടി നിനക്ക്? കാണുന്നവരോട് മുഴുവൻ പ്രേമമല്ലേ? ആ സൈറബാനുവിന്റെ ഫോൺ നമ്പർ തരുമോ? ആ ഫോണിങ് ഞാൻ മേടിച്ചു തന്ന ഫോണും കൊണ്ട് നാട്ടുകാരോട് മുഴുവൻ സൊല്ലാൻ നാണമില്ലേ നിനക്ക്? ഒരു ഫോൺ. എന്താ മേഡം ഇത്? ലൈക്ക് വണ്ടർ. എന്റെ ദേഷ്യം മുഴുവൻ പോയി. അതിന്റെ കൂടെ എന്റെ ഫോണും പോയി. പോയെങ്കിൽ പോട്ടടോ. തന്റെ ഒരു യൂസ്ലെസ് ഫോൺ. രാംരാജിന്റെ ദേഷ്യം പോയല്ലോ, അതാ എനിക്ക് വേണ്ടത്. മേഡം, ഒരു ദിവസം കൊണ്ട് മരിക്കാനുള്ള ചിന്ത പോയി. 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാൻ ഒരു റൂട്ട് കിട്ടിയനെ. പ്ലീസ് മേഡം. അതിന് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് വരെ രാംരാജ് നമ്മുടെ വീട്ടിലുണ്ടാവും. ചേച്ചി, നിങ്ങൾ കളിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു, അയാൾ ജീവിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു. എക്സാക്ട്ലി മേഡം. നിങ്ങൾ മാത്രം വിക്കറ്റ് കീപ്പർ പോലെ എല്ലാം ക്യാച്ച് ചെയ്യുന്നു.